TDA7498 പെർ ചാനൽ 100 വാട്ട്സ് എടുക്കാൻ പറ്റുന്ന ഒരു ഓഡിയോ ചിപ്പാണ്. ക്ലാസ് ഡി ബേസ്ഡ് ഓഡിയോ ചിപ്പാണ്. അപ്പോൾ ആ ചിപ്പ് വെച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. നമുക്കിത് ഇപ്പോൾ ഒരുപാട് കടകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ആംപ്ലിഫയർ ആണ്. നിങ്ങൾ ഏത് കടയിൽ കണ്ടാലും നിങ്ങൾക്ക് വാങ്ങാവുന്നൊരു ആംപ്ലിഫയർ ബോർഡാണ്. ഇതിപ്പോൾ നിലവിൽ എനിക്ക് റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ള ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം, അവരുടെ കയ്യിൽ ഒറിജിനൽ ചിപ്പ് വെച്ചിട്ടുള്ള ഒറിജിനൽ ബോർഡാണ്. ഫുൾ ചൈനീസ് മെയ്ഡാണ്. ഈ ബോർഡുകളെല്ലാം ചൈനക്കാർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചിപ്പുള്ള ബോർഡുകൾ നോക്കി എടുക്കുക എന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു ബോർഡിൻ്റെ പ്രൈസും ബാക്കിയുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് ചോദിക്കുന്നതിന് വേണ്ടി കമൻറ്റ് ബോക്സിൽ ഞാൻ നമ്മുടെ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിൻ്റെ കോൺടാക്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഡയറക്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് വാട്സപ്പ് ചെയ്ത് ഇതിൻ്റെ പ്രൈസും ബാക്കിയുള്ള കാര്യങ്ങളും അവരുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ നിലവിൽ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇതിൻ്റെ ഒരു റിവ്യൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 7498 എന്ന് പറയുന്ന ഒരു ചിപ്പ് ഒരു ഉഗ്രൻ ചിപ്പാണ്. ഇപ്പോൾ TPA3116ൻ്റെ ആ ഒരു ചിപ്പിനെക്കാട്ടി ഒരുപാട് ക്യാരക്ടർ വ്യത്യാസമുള്ള സൗണ്ടാണ് നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ആ ചിപ്പ് നമുക്ക് തരുന്നത്. പിന്നെ കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഒരു വോൾട്ട് എന്ന് പറയുമ്പോൾ ഒരു 19 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട്, 19 വോൾട്ട്, 24 വോൾട്ട്, 25, 28 അങ്ങനെ കൊടുത്ത് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റും 34 വോൾട്ട് വരെ നമുക്ക് ഇതിൽ കൊടുത്ത് വർക്കിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന 34 വോൾട്ട് വരെ കൊടുക്കുമ്പോഴായിരിക്കും 100+100 ലെഫ്റ്റ് റൈറ്റിന് നമുക്ക് കിട്ടുന്നത്. മാക്സിമം എടുക്കാൻ പറ്റുന്ന വാട്ട്സാണ് 100+100. കൂടാതെ തന്നെ ഈ ഒരു ആംപ്ലിഫയറിൽ സിഗ്നൽ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ അനലോഗ് സ്റ്റീരിയോ ഇൻപുട്ടുകൾ മാത്രമാണ് വരുന്നത്. അതിന് 2 RC സോക്കറ്റും ഒരു ചെറിയ കണക്ടറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഓഡിയോ സിഗ്നൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. ഒരു വോളിയം കൺട്രോൾ അതിന് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു മെറ്റൽ നോബും കൂടെ അവർ തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നല്ലൊരു ഹീറ്റ് സിങ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഒരു അടിപൊളി ഹീറ്റ് സിങ്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഹീറ്റ് സിങ്ക് ഇത്രയും വലുത് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ര വലുതെന്ന് വെച്ചാൽ ബോഡി തന്നെ ഒരു കോമ്പാക്റ്റ് സൈസാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ബോഡിൻ്റെ ഒരു അരഭാഗം മൊത്തം ഹീറ്റ് സിങ്കാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെ അവർ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബോഡിലേക്ക് പവർ അപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഹീറ്റായി നിൽക്കും. അല്ലെങ്കിൽ പാട്ടിട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ഇത് ഹീറ്റായിട്ട് തന്നെ നിൽക്കും. അങ്ങനെയാണ് ഈ ഒരു ചിപ്പിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വലിയൊരു ഹീറ്റ് സിങ്ക് ഇതിനെ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ സെയിം ചിപ്പ് വെച്ചിട്ടുള്ള ഏത് ക്ലാസ് ഡി ആമ്പ് നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനകത്ത് വലിയ ഹീറ്റ് സിങ്കും ചിലതിൽ ഫാനൊക്കെ കൊടുത്തേക്കും. ബ്രിഡ്ജ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഫാന് കൊടുത്ത് ഒരു 160-170 വാട്ട്സൊക്കെ നമുക്ക് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു രീതിയിലുള്ള ചിപ്പും കൂടെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രത്യേകതരം ഓഡിയോ ക്ലാരിറ്റിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആമസോണിലൊക്കെ പോയി ജസ്റ്റ് നോക്കി കാണാൻ പറ്റും. അതിനകത്ത് ഒരുപാട് ആൾക്കാർ റിവ്യൂ എഴുതിയിട്ടുണ്ട്. 3 വർഷമായിട്ടും 4 വർഷമായിട്ടും കണ്ടിന്യൂസ് ഒരുപാട് ടൈം അവർ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു കംപ്ലൈൻറ്റും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂ പറയുന്നുണ്ട്. ഇങ്കോഷൻ എന്നൊക്കെ പറയുന്ന ഒരു കമ്പനിക്കാർ ഇത് വിൽക്കുന്നുണ്ട് ആമസോൺ വഴിയൊക്കെ. അത്യാവശ്യം വില കൂടുതലാണ് അവിടെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലൈഫ് ലോങ്ങിൽ കുറച്ച് വില കുറവാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയും പിന്നെ ഇതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ലൈഫാണ് വരുന്നതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റീരിയോ എന്നുള്ളൊരു ഉപയോഗം ഇതിന് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങി ഉപയോഗിക്കുന്ന ബോർഡാണ്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ലൈഫ് ലോങ്ങിനെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. 4 ohms 8 ohms സ്പീക്കേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതിപ്പോൾ 3 way ആണെങ്കിലും ഫുൾ റേഞ്ചൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 2 way 3 way ഫുൾ റേഞ്ച് സ്പീക്കേഴ്സിലൊക്കെ നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടുന്ന നല്ലൊരു ആംപ്ലിഫയർ. നിങ്ങൾ നല്ല സ്പീക്കേഴ്സും നല്ല സിഗ്നലും കൊടുത്ത് നല്ല USB മോഡ്യൂൾ അല്ലെങ്കിൽ ഐപോഡ്, ആപ്പിളിൻ്റെ ഐപോഡോ അല്ലെങ്കിൽ ഐഫോണോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഡിവൈസിൽ നിന്ന് അതല്ല എന്നുണ്ടെങ്കിൽ സോണി വാക്മാൻ അതുപോലെ ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഡാക്ക് ഉണ്ട്, റാസ്ബെറി ഉണ്ട്. ഇതൊക്കെ വെച്ച് നിങ്ങൾ പാട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഓഡിയോ ക്വാളിറ്റി ആയിരിക്കും. ഒരു 100-150 രൂപയ്ക്ക് കിട്ടുന്ന USB മോഡ്യൂൾ വെച്ചിട്ട് നിങ്ങൾ നല്ലൊരു പാട്ട് പ്ലേ ചെയ്യിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് അത്രയും ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ പ്ലേ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഒരു ഫീൽ കിട്ടത്തില്ല. നല്ല സിഗ്നൽ കൊടുക്കുക, നല്ല സ്പീക്കേഴ്സ് ഉപയോഗിക്കുക, അടിപൊളി ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി, വളരെ നന്ദി. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.